എല്ലാവർക്കും മണിവീണ വീട്ടുമ്പോൾ എന്ന പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഏതിന്ന് ആരംഭിക്കണം പറയും. ഇന്ന് നമ്മൾ ഇപ്പം മണിച്ചേട്ടൻ്റെ എനിക്ക് കോമഡിയും എല്ലാ ക്യാരക്ടറും മണിച്ചേട്ടൻ ചെയ്യുന്നുണ്ട് എല്ലാം. അപ്പോൾ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട രണ്ട് ഫിലിമിൽ രണ്ട് ക്യാരക്ടറുണ്ട്. എല്ലാ ക്യാരക്ടറും ഇഷ്ടമാണ്. ഏതൊക്കെയാണ്? അത് ചോട്ടാമുമ്പിലെ ആ വില്ലൻ കഥാപാത്രം, പിന്നെ രാക്ഷസ രാജാവ് എന്ന സിനിമയിൽ ഭയങ്കര എൻട്രിയിൽ നല്ല വിക്കനായിട്ടുള്ള കഥാപാത്രം അല്ലേ? ശരിക്കും വിക്കൻ്റെ കഥാപാത്രം പറയുമ്പോഴേ ഞാൻ ആലോചിക്കണേ, വെള്ളം വരണ്ടേ, വായിൽ വെള്ളം വരണ്ടേ? ഞാൻ തരാം. ആദ്യം നമുക്ക് സിനാജിൻ്റെ വായിലെ വെള്ളം ഒന്ന് മാറ്റിയിട്ട് മതി അല്ലേ? ഓക്കെ, എനിക്ക് അത് കൊതി മൂത്തിട്ടാ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ദുര മൂക്കുമ്പോൾ എന്തായാലും ഈ ശരിക്കും പറഞ്ഞാൽ വിക്കുള്ള കഥാപാത്രം ഇപ്പം അല്ലല്ല അടിപൊളിയാ, മൂവണ്ട വാങ്ങിയാ അതിലൂടാ. ഈ വിക്ക് കഥാപാത്രങ്ങളിൽ അതിൽ അതിൻ്റെ പേരെന്താ? മന്ത്രി ഗുണശേഖരൻ അല്ലേ? അതും പഠിച്ചു വെച്ചിട്ടുണ്ടോ? ദൈവമേ, നമ്മളപ്പോൾ അരച്ച് കുറിച്ച് വെച്ചേക്കണല്ലേ. ഇപ്പോൾ ഈ ഗുണശേഖരൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൽ എന്ത് പറയുമ്പോൾ നമ്മളിപ്പോൾ പോണ്ട, പക്ഷേ മൂമെൻറ്റ്സ് ഇതൊക്കെ ചുണ്ടൊക്കെ അങ്ങനെ വേറെ രീതിയിലാണ് ആൾക്കാർ തെറ്റിയത്. അപ്പോൾ ചില ആൾക്കാരുടെ അടുത്ത് ചോദിക്കും, ഇപ്പം ഞാനൊരു വിക്കനാ, എപ്പോഴും വിക്ക് വരുന്ന ചോദിക്കണം എൻ്റെ അടുത്ത്. നിങ്ങൾ കേട്ടിട്ടുള്ളതെങ്കിലും പക്ഷേ എപ്പോഴും ഇങ്ങനെ വിക്ക് വരാം സംസാരിക്കുന്നില്ല. അപ്പം നീ എൻ്റെ കോമഡി പറഞ്ഞു കഴിഞ്ഞു. എപ്പോഴും ഇങ്ങനെ എന്താ ചെയ്യുക, സാരില്ല സംസാരിക്കില്ല. എൻ്റെ മറ്റേ അടികൊള്ളെന്ന് അങ്ങനെയല്ലല്ലോ. ചേട്ടൻ എപ്പോഴും വിക്ക് വരുന്ന എപ്പോഴും വരില്ല, സംസാരിക്കാൻ മാത്രം വിക്ക് വരും. അതിന് പകരം സിനാജ് ചോദിച്ചു, ചേട്ടൻ സംസാരിക്കും വിക്ക് വരാറുണ്ട്. അതില്ല, ഒരിക്കലും ഇല്ല. അതിന് ഉദാഹരണം, അതായത് നമ്മുടെ ഒരു ഒരിക്കലും വിക്കുള്ള ആൾക്കാരെ കളിയാക്കണമല്ല കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കേട്ടിട്ട് നിങ്ങളുടെ വിക്ക് തന്നെ പോയെന്ന് കയ്യിൽ നിന്ന്, അതായത് വിട്ടുപോയി തന്നെ വരാം അല്ലേ? അപ്പോൾ ഒരു വിക്കുള്ള ആളെടുത്ത് വെച്ചേ, വിക്കുള്ള ആളെടുത്ത് വെച്ചു, ചേട്ടാ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പാട്ട് പാടുമ്പോൾ വല്ല പ്രശ്നം ഉണ്ടാവും? പാട്ട് പാടുമ്പോൾ എനിക്ക് വിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാട്ട് ആരുടെയാ? എനിക്ക് AR റഹ്മാൻ്റെ പാട്ടാണ് എനിക്കിഷ്ടം. അതെന്താ? അതിൽ കംപ്ലീറ്റ് വിൽക്കാന്ന്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്താ കാരണം? AR റഹ്മാൻ്റെ പാട്ടുകളെല്ലാം റിപ്പീറ്റേഷൻ ഉണ്ട്. മുസ്തഫ മുസ്തഫ ഡോൺ വെറി മുസ്തഫ, അതിൽ 3 മുസ്തഫ വന്നു. അതേമാതിരി ഒട്ടകത്തെ കട്ടിക്കോ കട്ടിക്കോ ഒട്ട് വെച്ച അത് എല്ലാം തന്നെ. പിന്നെ ഏതാ? അയ്യോ വേറെന്താ? ഊർവശി ടേക്ക് ഇറ്റ് ഈസി ഊർവശി ഹമ്മ. അപ്പൊ ഈ വിക്കുള്ള ആൾക്കാർക്ക് പാടാൻ വേണ്ടിയിട്ടാണ് AR റഹ്മാൻ. പക്ഷെ നമ്മുടെ ഓസ്കാർ ജേതാവ് ദൈവമേ, അദ്ദേഹത്തെ കളിയാക്കി പറഞ്ഞല്ല, ഇതൊരു അല്ല, ഞാൻ പറഞ്ഞ AR റഹ്മാൻ സാറിൻ്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വിക്കുള്ള ആൾക്കാർക്ക് ഇഷ്ടമാവാൻ കാരണം ഇങ്ങനെ റിപ്പീറ്റേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള പാട്ടുകൾ, റിപ്പീറ്റേഷനുള്ള പാട്ടുകൾ ഏതെങ്കിലും അറിയാമോ? അല്ല, ശരിക്കും AR റഹ്മാൻ്റെ എല്ലാ പാട്ടുകളും അങ്ങനെ ഉണ്ടാവും, എല്ലാത്തിനും റിപ്പീറ്റേഷൻ. പക്ഷേ നമുക്ക് എന്തായാലും ഈ അടുത്ത് അവസരത്തിൽ അഭിമാനം തോന്നിയൊരു ആൾ തന്നെയാണ് AR റഹ്മാനും നമ്മുടെ പൂക്കുട്ടി. എന്താ പൂക്കുട്ടിയോ? പക്ഷേ എനിക്ക് ഞാൻ പറയാം കേട്ടോ, സത്യം പറഞ്ഞാൽ നമ്മൾ പേപ്പർ വായിച്ചപ്പോൾ ഇന്ന് മലയാള മനോരമയിൽ ഒരാൾ നിൽക്കുന്നു, മറ്റു മാതൃഭൂമിയുടെ പരസ്യത്തിലും ഇയാൾ നിൽക്കുന്നു. കാണുമ്പോൾ നമുക്ക് അഭിമാനം തോന്നിയിട്ട് സത്യം പറയാം, നമ്മുടെ ഒരു ഇതന്നെ ഞാൻ ഈ AR റഹ്മാൻ്റെ പാട്ട് ഈ അടുത്തൊരു ഗാനമേള ട്രൂപ്പ് പാടി കേട്ടിട്ട് എൻ്റെ രോമില്ലെങ്കിലും ഉള്ള രോമം ഏറ്റു എന്നുള്ളതാണ്. ശരിക്കും രോമില്ലാത്തതുകൊണ്ടാണ് എനിക്കത്. ആരോ പറഞ്ഞ മാതിരി എനിക്ക് തോലാഞ്ചം വരുള്ളൂ, രോമാഞ്ചം വരില്ല. അല്ല, രോമില്ലാത്തതുകൊണ്ട്. രോമുള്ളവർക്കല്ലേ രോമാഞ്ചം വരും, എനിക്ക് തോലാഞ്ചം. എന്തായാലും നമുക്ക് എനിക്ക് വേണ്ടിയിട്ട് ഞാനല്ലാതെ കണ്ട് തന്നെ, എൻ്റെ പടത്തിൻ്റെ എപ്പിസോഡല്ലാതെ കണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട AR റഹ്മാൻ്റെ ഒരു പാട്ട്, ഇത് എപ്പിസോഡായിട്ട് യാതൊരു ബന്ധമില്ലാത്തതാണ്, പക്ഷേ ആ കലാകാരൻ്റെ മനസ്സും നന്മയും, ഇത്രയും വലിയൊരു കലാകാരന് ഓസ്കാർ അവാർഡ് കിട്ടി നമ്മുടെ ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ മലയാളി, ഇന്ത്യ നോക്കണ്ട മലയാളി, അല്ലെങ്കിൽ അത് എന്താ പറയുക, ഒരു ഇന്ന തമിഴിനോ അല്ലെങ്കിൽ മലയാളിയോ അല്ലെങ്കിൽ ഹിന്ദിക്കാരനോ ഇംഗ്ലീഷുകാരനോ ഒന്നല്ല. AR റഹ്മാൻ്റെ അച്ഛനാ ഫാദർ ആരെന്നറിയാമോ? അറിയാം. ആരാ? അച്ഛനാണല്ലേ?
അദ്ദേഹം മലയാള സിനിമയിൽ നല്ലൊരു വെരി ഗുഡ്, നല്ലൊരു സംഗീത സംവിധായകനായിരുന്നു. തീർച്ചയായിട്ടും അതിനു വേണ്ടി മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് AR റഹ്മാൻ്റെ. നമുക്ക് ആ പാട്ടൊന്ന് കണ്ടിട്ട് അടുത്തതിലേക്ക് കിടക്കാം. ചേട്ടാ, മണിച്ചേട്ടൻ വന്ന പിന്നാണല്ലോ നാടൻ പാട്ടുകൾക്ക് ഒരു പുനർജന്മം ഉണ്ടായെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ മലയാളി മക്കൾക്ക് ശരിക്കും നൊമ്പരത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ഒത്തിരി ഗാനങ്ങൾ മണിച്ചേട്ടൻ കാസറ്റിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ കാസറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, ഓരോ നാടൻ പാട്ടിൻ്റെ പേരുകൾ വെറൈറ്റി വ്യത്യസ്തമായ പേര്. കാസറ്റിൻ്റെ പൂളും ചുമപ്പുളും വാങ്ങാം, പറ്റാണ്ടില്ല സരസ്വതി എന്ന് പറഞ്ഞേ, കർമ്മനാട് കുറുമ്പൻ, കറുത്തമണ്ണിയുടെ വെളുത്ത പാട്ട്, അങ്ങനെ വെറൈറ്റി പേരുകളാണ്. ഇത് എന്താ ഇങ്ങനെ? ഒരു ഒട്ടുമിക്ക ആൾക്കാരും പറയാം, നിങ്ങളെന്ത് ചെയ്യും കളറിനെ പറ്റി മാത്രം പറയണേന്ന് പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞത് ഇതൊരു നിങ്ങളൊരിക്കലും അത് കുറ്റമായിട്ട് കൂട്ടണ്ട, ഇതൊരു തൊഴിലിൻ്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി അല്ലേ. അപ്പോൾ കറമ്പനാളൊരു കുറുമ്പനാണ്, കറുത്ത മണിയുടെ വെളുത്ത പാട്ടുകൾ, അതിനൊക്കെ നന്മയുണ്ട്. ഒരുപാട് പാട്ടുകൾ ഇപ്പം ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്യാളി എൻ്റെ കൊടല് കത്തണുമാ, പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാർക്കണുമാ. ഇതിലെ ചില വരികൾ ഇപ്പം പാണം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. കുഞ്ഞു കുട്ടി പറയുമ്പോൾ പ്രാണത്തിന് പാണം എന്ന് പറയുള്ളൂ. ഇനി ഒട്ടുമിക്ക ആൾക്കാർ ഈ പാട്ട് കേട്ടിട്ട് ഉമ്പായി എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയില്ല. എല്ലാവരും വിചാരിച്ചു ഉമ്പായി എന്ന് പറഞ്ഞൊരു ഗായകനാന്നാ, ഉമ്പായി കുച്ചാണ്ട്. ശരിക്കും മലയാളത്തിൽ, നമ്മുടെ മലയാളത്തിൽ ഞാൻ പറയാം, അമ്മ കൊടുക്കുന്ന മുലപ്പാലിനെ അല്ലെങ്കിൽ മുല കൂട്ടുന്നതിനെ പറയുന്നതാണ് ഉമ്പായി എന്നുള്ള പറയുന്നതിൻ്റെ ഏറ്റവും വലിയ അർത്ഥം. അതാണ് ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വയല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ. അപ്പോൾ ഓരോ പാട്ടുകൾക്കും അതിൻ്റേതായ സ്ഥാനവും പിന്നെ വരികൾക്കും പേരിനും മുഖ്യമായിട്ടതില്ല. പറ്റാണ്ടല്ല സരസ്വ സിരസി എന്ന് പറയേണ്ടത്. പിന്നെന്താ എൻ്റെ പഴയ കാലത്തെ കേസിൻ്റെ പേരാ തക്കാക്കിലോ മുക്കാളി. ശരിക്കും പറഞ്ഞാൽ മുക്കാക്കിലോ തക്കാളി എന്നാ, പക്ഷെ പറഞ്ഞ ആള് നല്ല ഫിറ്റായിട്ട് പറഞ്ഞു തക്കാക്കിലോ മുക്കാളി. അപ്പോൾ പറഞ്ഞ പോലെ കല്യാണം 9/9 ഏതാ 9/9 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുംഭം 9-ാം തീയതി എന്ന് പറഞ്ഞാൽ, പക്ഷെ പറഞ്ഞപ്പോൾ മാറിപ്പോയി. ഇതിനൊരു ഏറ്റവും വലിയൊരു ഇതുണ്ട് മിമിക്രിയിലൊക്കെ. നമ്മൾ പണ്ടെന്നല്ല ഇപ്പോഴും, പണ്ടൊക്കെ മിമിക്രിക്ക് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കും അല്ലേ. എനിക്ക് തോന്നുന്നു മിമിക്രി ഇറങ്ങിയ സമയങ്ങളിൽ ഓരോ ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാകും. മിമിക്രിയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിരിക്കുന്നത് ഒരു പക്ഷെ കുറച്ച് വൾഗാരിറ്റി ഉള്ള ഐറ്റംസുകളായിരിക്കും വല്ലാണ്ട് ചിരിക്കുക അല്ലേ. കുറേ ആൾക്കാർ പറയും അത് കുറച്ച് മോശമായി എന്ന് പറയും. എനിക്ക് കലാഭവൻ തന്നെ പറഞ്ഞു വിടാൻ കാരണം തന്നെ കോട്ടയത്ത് പരിപാടി അവതരിപ്പിച്ചിട്ട് വളിപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ തമാശ, പക്ഷെ അത് എന്നെ ഒരുപാട് ദൂഷ്യം ചെയ്തിട്ടുണ്ട്. കോട്ടയം സൈഡിൽ നിന്ന് എനിക്ക് എഴുത്ത് വിട്ടുകൊണ്ടിരിക്കുക എൻ്റെ പരിപാടി. അന്ന് മിമിക്രി മാത്രമേ ഉള്ളൂ കേട്ടോ, സിനിമയിലില്ല. കലാഭവൻ അച്ഛന് അതിൽ കറുത്തൊരാളുണ്ടല്ലോ, മഹാ വളിപ്പനുണ്ടോ, എന്നാ വളിപ്പ് അയാൾ. വളിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പരിസരങ്ങളിലൊക്കെ വളിപ്പ് എന്ന് പറഞ്ഞാൽ മഹാബോറ. അങ്ങനെ ബോറനാന്നും പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടു അവിടുന്ന്. വളരെ ബോറാണ്. അയ്യോ അയാൾ സ്റ്റേജ് കയറി വളിപ്പാന്ന്. എന്നാ അത് ഇങ്ങനെ വളിപ്പ് നിങ്ങളുടെ അവിടേക്ക് കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ പരിസരങ്ങളൊക്കെ വളിപ്പ്. അതാ പറഞ്ഞ വളിപ്പ് അല്ല, രണ്ട് സാധനം തന്നെ ഒരേപോലെ യൂസ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും അല്ലേ. അതിനൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരാളെ ഒരു സ്ഥലത്ത് ഭയങ്കര വഴക്കടക്കുമ്പോൾ പുള്ളിയുടെ അനിയൻ ഭയങ്കര തർക്കം. അപ്പോൾ എന്താ തർക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് ഭാഗം വയ്ക്കണം. അപ്പോൾ വീട് ഭാഗം വയ്ക്കണേൽ അനിയൻ പറഞ്ഞു പശുവുണ്ട്, പശുവിന് ഭാഗം വെച്ചു. അപ്പോൾ ഇത് പറയും ഇനി കിണർ ഭാഗം വയ്ക്കുന്നു പറയും. ഏത് കിണർ? ഈ ഇപ്പൊ ഈ കിണർ നിനക്ക് ഭാഗം വെച്ചോ, ബാക്കി പശുവല്ല നിങ്ങൾക്ക് തന്നു, കിണർ ഭാഗം വെക്കണം. എടാ ആ കിണർ എന്ന് പറഞ്ഞ കുടിക്കാനുള്ള വെള്ളല്ലേ, അപ്പൊ അതും ഭാഗം വെച്ചായിരുന്നോ? അപ്പൊ പകുതിയാക്കണം, കിണർ പകുതിയാക്കണം. അത് നിനക്ക് കിണർ പകുതി തരണം അല്ലേ, എന്നാലേ സമ്മതിക്കുള്ളൂ. ഇതൊക്കെ സുഹൃത്തുക്കൾ ഇതെല്ലാം ചെയ്തു, കിണർ ഭാഗം വെച്ചു. എന്നിട്ട് വേറൊരാൾ ചോദിച്ചു, ചേട്ടാ എന്താ വീട്ടിലെന്ത് പ്രശ്നം ഉണ്ടായിരുന്നു ചോദിച്ചു. ചേട്ടാ വീട്ടിലെന്താ പ്രശ്നം ഉണ്ടായിരുന്നു? വീട്ടില് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടല്ലേ, എന്റെ അനിയൻ ഇവന് ഭയങ്കര തർക്കം. ഇവന് കിണറിന്റെ പകുതി കിട്ടണം, കിണറിന്റെ പകുതി കിട്ടണോ? അത് കൊടുത്തു.
ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുക. അപ്പൊ ചെറിയൊരു പ്രശ്നം പറ്റി. എന്താ ഇപ്പോഴേ ഇവന് കൊടുത്ത കിണറില്ലേ, ആ കിണറിന്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിണറിന്റെ പകുതി ഞാൻ കൊടുത്തില്ല ഇവന്. ഇപ്പൊ ആ പകുതി കിണർ കൊടുത്തേക്കണ് ഇവന്റെ കിണറായിട്ട് ഉപയോഗിക്കുക. പക്ഷെ എനിക്ക് കിട്ടിയ ഭാഗമില്ലേ കിണറിന്റെ പകുതി, ഞാൻ എന്റെ കക്കൂസായിട്ട് ഉപയോഗിക്കുക. അവൻ വെള്ളം കുടിക്കണമെന്ന് കാണണല്ലോ. അങ്ങനെയും തർക്കങ്ങൾ നടക്കുന്ന ഒരുപാട്. എന്തായാലും നമുക്ക് ഈ ഭാഗം വെപ്പിനെ പറ്റി പറഞ്ഞപ്പോൾ ആലോചിക്കും, ഇപ്പൊ ഏതാ നമുക്കൊരു സീൻ കാണിക്കുക സിനിമയിൽ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള സിനിമ ഏതാ? കഥാനായകൻ്റെ അകത്തൊരു സീനിന്റെ കഥാനായകൻ മണിച്ചേട്ടൻ. ശരി, അതില് ജയറാമാന്റെ കൂടെ എല്ലാവരും അവസാനം എല്ലാം എടുത്തോണ്ട് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഇവരുടെ അഭിപ്രായം അനുസരിച്ച് നമുക്ക് കഥാനായകൻ എന്ന സിനിമയിലെ ചെറിയൊരു ഭാഗം കാണാം. അപ്പോൾ നമ്മൾ സിനിമയുടെ രംഗം കണ്ടു. അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇതിലിരിക്കുന്ന കലാകാരന്മാരില്ലേ, സിനിമ ഞാൻ പണ്ട് ഈ ഇവിടുത്തെ മൂലയിലൊക്കെ ഒരുവിധം ബോർഡുകൾ എഴുതാൻ അല്ലേ, ബോർഡ് എഴുതാനായിട്ട് ഏറ്റവും ലാസ്റ്റ് എഴുതി നിർത്തിയത് സാക്ഷരത. അതിൽ തന്നെ സാക്ഷരതയായി എനിക്ക്. അതാണ് ഏറ്റവും അവസാനം എഴുതി നിർത്തിയത് ബോർഡുകളൊക്കെ. പിന്നെ അതേമാതിരി ഒരു കട്ട് പീസ് സെൻ്റർ അലി പ്രദേശ് എന്ന് പറഞ്ഞ കട്ട് പീസ് സെൻ്റർ, അതിനൊക്കെ ഞാൻ എഴുതാറ്. അത് ഇലക്ഷന് മൊത്തം എഴുത്താണ് പരിപാടി. സ്കൂളിൽ പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇലക്ഷൻ ഒരുപാട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ തലയിലെഴുത്ത് ഇപ്പോഴും നന്നായി എന്ന് പറഞ്ഞ മാതിരി. കലാകാരന്മാർക്ക് ഒരുപാട് മിമിക്രി കലാകാരന്മാർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഒന്ന് പാട്ട് പാടുന്ന ആൾക്കാരുണ്ട്. അപ്പം നാദർഷ മനോഹരമായിട്ട് പാടും, ഷാജോൻ പാടും, പിന്നെ പ്രചോദ് പാടും, മാർട്ടിൻ പാടും, രാജസാഹിബ് പാടും. അങ്ങനെ മിമിക്രി കലാകാരന്മാർക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് എനിക്ക് സത്യം മണിയടിച്ചു. സിനാജിൻ്റെ ഏറ്റവും ഒരു ഇത് തോന്നിയത്, സിനാജ് പാടുക തന്നെയല്ല, പ്രകാശ് രാജ് നന്നായിട്ട് കാണിക്കില്ലേ. എനിക്ക് വിക്രം 2 വർഷത്തിൽ അഭിനയിച്ച എൻ്റെ ചെറിയൊരു പോർഷൻ കാണിക്കാമോ? ഒന്ന് കാണിക്കാം. അവൻ 2 തെലുങ്കോളം മലയാളത്തിലേക്ക് ഞാൻ ഡബ് ചെയ്തു. പ്രകാശ് രാജിനെ ഡബ് ചെയ്തേക്കണം. ഒന്ന് ടാർജറ്റ്, ഒന്ന് ബാഡ് ബോയ്സ്. എൻ്റെ പടം കുറേ ഡബ് ചെയ്തിട്ടുണ്ട്. ഇത് മറുമലർച്ചി. എൻ്റെ പടം ഇത് ചെയ്തേക്കണം. ഇപ്പടുത്ത് ചെയ്ത പുറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രാവ്. അത് കണ്ണിനും കണ്ണാടി. തമിഴ് ഡബ് ചെയ്തു. ഇനി എൻ്റെ വോയിസ് കണ്ട മറിച്ചാണ് ദ്രോങ്ങള് കണ്ട. നമുക്ക് 10 ഉറുപ്പിക കിട്ടണില്ല, ഉണ്ടാക്കാന്നുള്ളതാണ് ഇവര് ഏറ്റവും വലിയ പരിപാടി. കാശൊക്കെ തന്നവര് തന്നു. വണ്ടിക്കാശും വീട്ടിൽ പോകാനുള്ള കാശ് മാത്രമേ തന്നുള്ളൂ. നമുക്കെന്ന് പറഞ്ഞാൽ അത് കാശ് കിട്ടുന്നതല്ല മണിച്ചേട്ടാ. വോയിസ് കൊടുക്കാന്ന് പറഞ്ഞാൽ സ്വപ്ന തുല്യമായിട്ടുള്ള. എനിക്ക് ആ ശബ്ദം ഒന്ന് కానిக்காமோ. చలం ఐ లవ్ యూ ஆளமாட்டே ஆளனா துக்கோளி கோவம் கொதிச்சிடும். கோவம் களைஞ்சக்கூடாது, மனசுக்குள்ள தேக்கு வச்சிருக்கு. இல்லை பல்ல கடிச்சு மட்டும் மோவனை சாவடிக்கணும். ஏய் நானே பின்னாடி நடிச்சு கட்டுறேன். மோவனை சக்க அடிக்கணும். ஏய் காமலாட்டி, உனக்கு தைரியம் இருந்தா என்னை ஒன்றும் பண்ணிடாது. ஓ சொல்றா, பெருமேலு சத்தியவங்க அந்த 5 கொலையும் நான் பண்ணது நான் தான். என்னை வெளிவிடுங்க. அம்பை வெளிவிடுற மவனே என்றடா எம்ஜிஆர் பாத்திர, சிவாஜி பாத்திர, ஏரிய பாத்திர, கமலா பாத்திர முன்னாடி பார்க்கவே இல்லடா. ശരിക്കും തമിഴ് അറിയാം, അറിയാം. ശരിക്കും തമിഴ് ഇല്ല, അങ്ങനെ ഇല്ല. എന്നാലും തമിഴ് സിനിമ കണ്ടുള്ള ആ ഒരു പരിചയം അല്ല അതുള്ളൂ. പിന്നെ ഇത് കൂടാണ്ട് സിനിമ താരങ്ങളിൽ കമലഹാസൻ ദശാവതാരം. അതെ, ആ ജുറാസിക് പാർക്ക് ചെറിയ ജീവി ചിടുങ്ങ് കാട്ടിക്കൂടെ പോകുമ്പോൾ ഇയാൾ സ്റ്റിക്ക് എടുത്തെറിയുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു ആ ഒരു ആക്ഷൻ. ശബ്ദം കേട്ടോ ശരിക്കും ഇല്ലേ? ശരി, പണ്ടൊക്കെ നമ്മൾ മിമിക്രിയിൽ കുതിര പോണ ശബ്ദം കേൾപ്പിക്കാറുണ്ട്. അത് കുതിര എന്ന് പറഞ്ഞപ്പോൾ അതായിരുന്നു പണ്ടത്തെ. ഇതിപ്പോൾ ഒരു കുതിര അല്ലെങ്കിൽ ഒരു കൂട്ടം കുതിര വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ എങ്ങനെയായിരിക്കും ശബ്ദം? കുറേ കുതിര ഒന്ന് കാണിച്ചോ? അയ്യോ അല്ല, ഞാൻ പറഞ്ഞ് കുറേ കുതിര വെള്ളത്തിൽ കൂടെ പോകുമ്പോൾ എനിക്കറിയില്ല കേട്ടോ. ഞാൻ കുറേ ഇത് സിനാജ് കാണിച്ചിട്ട് ദൊരം മൂത്തിട്ട് കൊതി മൂത്തിട്ട് കാണിച്ചു കഴിഞ്ഞാൽ മറ്റേ സൗണ്ട് കാണിച്ചു ശരിക്കും കുതിര പിടിക്കാൻ അറിയോ? ഇത് പറഞ്ഞപ്പോൾ വേറെ കുതിരകളുടെ ഒരു സംഭവം ഉണ്ടല്ലോ മലയാള സിനിമയിലും തമിഴ് സിനിമയിലും
പിന്നെ ഇംഗ്ലീഷ് പടത്തിന് കുതിരകൾ പോകുന്നത് അതൊന്ന് കാണിക്കാം. ശബ്ദം നമ്മൾ പഴയ മലയാളത്തിന് മണിച്ചിറം പറഞ്ഞാൽ തന്നെ പഴയ മലയാള സിനിമ കുതിര. ഒരു ഡീറ്റെയിൽസ് എഫക്റ്റോ അങ്ങനെ സാധനമൊന്നുമില്ല. എന്റെ ചിരിയായിട്ട് ചെറിയ ചെറിയ സാധനം ഉണ്ട് ഉള്ളത്. ഡീറ്റെയിൽസ് ആണെങ്കിൽ അപ്പോൾ ഡീറ്റെയിൽസ് ആണെങ്കിൽ ഒരു ഇംഗ്ലീഷ് പടത്തില്ലേ, ഒരു തമിഴ് സിനിമയിലാണെങ്കിൽ ഈ വഴി തനി വഴി കുതിരക്ക് വരെ ആ ഒരു തമിഴിന് ചായ കിടക്കാനുള്ളത്. എന്തായാലും നന്നായി, ഉഗ്രനായിരുന്നു. നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞു തന്നില്ല, വേറെന്തോ കാര്യം പറയാൻ വേണ്ടി വന്നത് മറന്നുപോയി. പക്ഷെ കുതിരയുടെ രീതിയായിട്ട് ഞാനും അതേപോലെ ആയിപ്പോയി. എന്തായാലും ഒരു കാര്യം പറയാം, ഈ കലാകാരന്മാർക്ക് എനിക്ക് കിട്ടി ഓർമ്മ കിട്ടി, പാട്ട് പാടും, താളബോധമുണ്ട്, വരയ്ക്കും. പക്ഷേ സിനാജിനെ കുറിച്ച് ഞാൻ കേട്ടത് നന്നായിട്ട് വരയ്ക്കുന്നത് കേട്ടോ. എൻ്റെ ഒരു ഫോട്ടോ ഒന്ന് പെട്ടെന്ന് വരച്ചാലോ? തീർച്ചയായിട്ടും. ഞാൻ കാരണം ഈ പ്രോഗ്രാമിന് ചാനലുകാർ വിളിച്ചപ്പോൾ ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം സിനാജ് വരച്ച ഒരുപാട് ഇതൊക്കെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണോ? നമ്മുടെ എറണാകുളത്തുള്ള സുഹൃത്തുക്കളൊക്കെയാണ്. ഇത് കാണാൻ വരച്ചാൽ ഇത് പ്രേമിക്കുന്ന പെണ്ണാണോ? അല്ലല്ല അല്ല, തേടി നടക്കുന്ന പെണ്ണിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അല്ല, അതാണ് ചുണ്ടും കണ്ണൊക്കെ നോക്കി എന്ത് മനോഹരം. ഇങ്ങനെയുള്ള പെണ്ണിനാണോ സിനാജിന് ഇഷ്ടം? അല്ല, അങ്ങനെ മനസ്സിൽ കണ്ടപ്പോൾ ഓർത്ത് വരച്ച. പേടിക്കണ്ടെന്ന്, ടി വിയിൽ ഞാൻ ആരിലും കണ്ട് ഇഷ്ടപ്പെടണേ അങ്ങനെ വന്നോട്ടേന്നേ. ഇങ്ങനത്തെ പെണ്ണാണ് ഇഷ്ടം. അതെ, സത്യം, തീർച്ചയായിട്ടും. ആണോ? ഓക്കെ, ദൈവമേ ഇങ്ങനൊരു പെണ്ണിനെ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇതാരാ? ഇത് ഫൈസൽ എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ, നമ്മുടെ സുഹൃത്ത്. ആണോ? ഓക്കെ, ഇത്ര വരച്ചിട്ടുള്ളൂ? ഇപ്പം ഇതെന്തത് വരച്ചിട്ടാണ്? അല്ല, അത് സ്കെച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോന്ന് ഇത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരു കൂട്ടുകാരനാണോ? ഒരു കൂട്ടുകാരനാണ്. ആഹാ, ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര എന്താ പറയുക, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയാൻ പറ്റുള്ളൂ. എത്ര ഉള്ളൂ? എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫോട്ടോ പടപടാന്ന് വരയ്ക്കാവൂ? തീർച്ചയായിട്ടും. പെൻസിലെടുത്ത് ഏതാ വേണ്ട? ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരച്ചാൽ മതിയേ, കാരണം അതാവുമ്പോൾ കളർ അറിയില്ല, കറുത്തല്ലിരിക്കുള്ളൂ. എൻ്റെ പുതിയ പടത്തിൻ്റെ പേര് അങ്ങനെ തന്നെ, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം. ഓക്കെ, അതന്നെ എഴുതിക്കോ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുടുംബം തന്നെ എഴുതി. ഒന്ന് കാണട്ടെ. കുടുംബം. വെരി ഗുഡ്. ഇനി എൻ്റെ പടം വരയ്ക്കോ? കുമ്പാജി കുച്ചാണ്ടി പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, വയറ് കത്തിയാല് എൻ്റെ കുടലു കത്തണുമാ, പണം പടഞ്ഞിട്ട് ദൈവഗുണം പാഴാക്കണുമാ, അത്ത കഴിഞ്ഞാലോ പിന്നെ ഗുണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ, ഞാനൊരു പൂക്കളിട്ടു, കാലത്തെൻ്റെ അമ്മയും പൂക്കളിട്ടു, അച്ഛൻ വന്നപ്പോ വൈകുന്നേരം വാളുണ്ട് പൂക്കളിട്ടു, അച്ഛൻ വന്നില്ലേ അമ്മേ അത്തായ വെന്തില്ലേ, അത്തായം കുച്ചാണ്ട് പ്രാണം കത്തണുമാ, അച്ഛൻ വന്നപ്പോൾ അച്ഛൻ്റെ മോള് കിണുങ്ങണുണ്ട്, എന്തിനടി മോളെ തല തല്ലിക്കരയണത്, കുമ്പായി കുച്ചാണ്ട് പാണം കത്തണുമാ, വാഴല പൊട്ടിച്ച് പാപ്പുണ്ടാക്കണുമാ,
ചോറ് ചോദിച്ചപ്പോൾ അമ്മ കീറു തന്നച്ചോ, കീറു കിട്ടിയപ്പോഴെൻ്റെ പ്രാണം പോയച്ചോ. അച്ഛനെ വേണ്ടേടി നിനക്ക് അത്തായ വേണ്ടേടി, അത്തായം വേണ്ട എനിക്ക് പൊന്നെ അച്ഛനെ മാത്രം മതി. അടുക്കള ചെന്നിട്ട് കുമാരൻ അടുപ്പത്തേക്കൊന്ന് നോക്കി വെള്ളമിറക്കേടി. അപ്പോൾ ഇതിന്ന് മനസ്സിലാക്കുക, ഒരു മിമിക്രിക്കാരൻ എന്ന് പറയുന്നത് ഒരു തട്ടിൽ ഒതുങ്ങുന്നതല്ല. തീർച്ചയായിട്ടും ഒരുപാട് കലയും കലാകാരന്മാരും കായിക പ്രേമികളും, പ്രേമിയല്ല കായിക താരങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. പാട്ട് പാടാനും മിമിക്രി കളിക്കാനും വരയ്ക്കാനും അഭിനയിക്കാനും എല്ലാ കലാസാധ്യതകളുള്ള ആൾക്കാരാണ് മിമിക്രിക്കാർ. തീർച്ചയായിട്ടും സിനാജ് വർഷമുണ്ട്, അടിപൊളിയുണ്ട്. ഞാനൊരു സുന്ദരനായോ എന്ന് എനിക്ക് സംശയം. എൻ്റെ മീശ വരെ കുറ്റി താടി വരെ സിനാജ് വർഷം. ആ കണ്ണിൻ്റെ ഒക്കെ അതൊക്കെ കണ്ണിൽ നിന്നൊക്കെ ഒരു പ്രകാശിങ്ങനെ അല്ലേ കടന്നു പോകണമുണ്ടോ. എന്തായാലും സിനാജ് വലിയൊരു കലാകാരനായിട്ട് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുമാതിരി രതീഷും എന്നെ മാത്രം അനുകരിക്കാതെ കണ്ട് തന്നെ ഒരു നല്ലൊരു സിനിമാ നടനായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നമ്മൾ അടുത്ത എപ്പിസോഡ് വീണ്ടും നമുക്ക് അടുത്ത ദിവസം കാണാം. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.